കയ്യിൽ കാണുന്ന ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഗിഫ്റ്റിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം ഇതേ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളെ കാണിക്കാതെ പിന്നീട് കാണിക്കുന്നുണ്ട് ഒരു പൗച്ചിയെ മാറ്റി വെച്ചില്ലേട്ടോ. ആ പൗച്ചി കാണിക്കാൻ പറ്റിയ കറക്റ്റ് ടൈം ഇതാണെന്ന് എനിക്ക് തോന്നി. കാരണം വേറൊന്നുണ്ടല്ല, ഈ ഒരു പൗച്ചിന് കുറച്ച് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഞാനും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും തമ്മിൽ ഈ ഒരാളുടെ പേരിൽ നല്ല രീതിയിൽ വാക്തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വലുതൊന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ. വേറൊന്നും ഈ ഗിഫ്റ്റിൽ കേട്ടോ, ഈ ഗിഫ്റ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. വേറൊരു പൗച്ചാണ്. ആ പൗച്ചില് ഞാനും അവനും തമ്മിൽ നടന്ന ഒരു വാക്തർക്കത്തിന്റെ ഒരു പേഴ്സണിനെ ഞാൻ അവന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തായിരുന്നു. കാരണം ഞാൻ ജസ്റ്റ് ഒരു പേഴ്സൺ മാത്രമാക്കി ആളെ കണ്ട സമയത്ത് ഇത് വെറും ഒരു പേഴ്സൺ അല്ല, അയാളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ അത്രത്തോളം ആരാധന തോന്നിയ ഒരാളാണെന്നുള്ളത് എനിക്ക് പിന്നീടാൻ മനസ്സിലായത്. ആളുടെ മരണം ആളെ നല്ല രീതിയിൽ അവനെ ഷോക്ക് ആക്കിയിട്ടുണ്ട്. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയി കണ്ടേനെ. എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അവൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് ചൂടായത് ഈ ഒരാളുടെ പേരും പറഞ്ഞു. ചൂടായതല്ല, ഈ ഒരാളുടെ പേരും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വെറും ഒരാൾ മാത്രമല്ല, പലരുടെയും ലൈഫിൽ അവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതും അവരുടെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലേ. അപ്പം എനിക്ക് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആ ഒരാളുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളിൽ പലർക്കും ഈ ഒരു പേഴ്സൺ അത്രയ്ക്കും ഫേവറേറ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് അവൻ്റെ വാക്കുകളിലൂടെ ആട്ടോ. ഒരാളെ ആരുമെല്ലാഞ്ഞിട്ടും അത്രത്തോളം ഡീപ്പായിട്ട് ഹാർട്ട് ടച്ചിങ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അത്രത്തോളം പെർഫെക്റ്റും അത്രത്തോളം അടിപൊളി ആയതുകൊണ്ടായിരിക്കും. ഇതുപോലത്തെ ഗിഫ്റ്റ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് കൊടുത്ത സമയത്ത് അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഇത് തന്നെയാണ്, ഈ റിയൽ ഹീറോയുടെ ഗിഫ്റ്റ് ആണല്ലോ.